ഫൈമി കരിമീനുണ്ടോ? കരിമീനില്ല, വരാലേ ഉള്ളൂ. എന്തിനാ ഫൈമി വരാല്? നീ എന്ത് തന്നാലും അതൊക്കെ കരിമീനല്ലേ? പോടോ. കെട്ടിയതാണെന്നും പറഞ്ഞിരുന്നു, ദേ കേട്ടില്ലേ? അവൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ ഫൈമി, നീ അതൊന്നും കാര്യമാക്കണ്ട. എവിടുന്നാടാ പരമോ നിനക്ക് ഇത്രയും മുഴുത്ത വരാല് കിട്ടുന്നത്? തോട്ടിൽ ചില നല്ല കുട്ടികൾ കിടക്കും. ചാന്നാരിക്കാരെ ആരോട് ചെന്ന് പറയരുത്. പറഞ്ഞാൽ ചിലപ്പോ അവന്മാരും രാത്രി ഇറങ്ങി തോട്ടി തപ്പോടുന്നു. ഒഴുക്കുവെള്ളത്തിൽ ഇത്രയും വിളഞ്ഞ വരാല് കാണാൻ വഴിയില്ലല്ലോ. അപ്പം തിന്നാ പോരെ, കുഴിയിടുന്ന എന്തിനാ? വേണ്ടെങ്കി വാങ്ങണ്ട. ഒരുമാതിരി കള്ളന്മാരോട് വർത്താനം പറയുന്ന പോലെ. അല്ല, ഇതിപ്പം എവിടുന്നാണ്? എനിക്കെന്താ? കൊടുത്തേര് കൊടുത്തേര്. അത്രേ ഉള്ളൂ. അല്ല പിന്നെ നമുക്കൊന്ന് കാണണ്ടേ? പിന്നെ ആ അണേട് അണേട്. അത് മതി. വെറുതെ അല്ലടാ ഇവനെ ഇവിടുന്ന് സായിപ്പന്മാര് പൊക്കിക്കൊണ്ട് പോകുന്നേ. കഞ്ചാവിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ. എടാ അത് പൊഞ്ഞു വെക്കണം, അതിന്റെ ഗ്യാസ് പോകും. കഞ്ചാവിന്റെ വില എന്താന്ന് നിനക്കറിയോ? കഞ്ചാവ് വലിക്കാൻ നടക്കും. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെങ്കിലും ആ തോട്ടത്തിൽ ഒരു ജോലി വാങ്ങിച്ചതാ. നിനക്ക് ചങ്കുറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ കൂടെ വാ. കാശുണ്ടാക്കാനുള്ള വഴി ഇവിടെ തന്നെ ഉണ്ട്. കാവും കുളത്തില്. മീൻ പിടിക്കാനോ? ഒന്ന് പോടാ കഴുതേ. കാവും കുളത്തിൽ ഞാൻ ചൂണ്ടയിട്ടപ്പോ എന്റെ ചൂണ്ടയെ കുത്തിയത് മീനല്ല, തടിയാ. ഈട്ടിത്തടി. തടിയോ? ആ എഞ്ചിനീയറും ഉണ്ണിത്താനും കൂടെ സർക്കാരിന് അമുക്കിയ വക. കുറഞ്ഞതൊരു 10 ലക്ഷം രൂപയുടെ തടിയെങ്കിലും കാണും. 5 കഷ്ണം വെച്ച് ഓരോ ദിവസം പൊക്കിയാ പോരെ. ഒരു മാസം കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരാ? ഞാൻ കത്തിക്കാടാ. ഇല്ലേ? കൊടുക്കും മിന്നിക്കണേ. എടാ പരവുവേ, ദിവസം 5 കഷ്ണം വീതം പൊക്കാതെ ഒരുമിച്ച് അടപടലെ അങ്ങ് പൊക്കിയാലോ? എന്നിട്ട് ചായക്ക് രാമാനം വള്ളത്തെ കയറ്റി ചങ്ങനാശ്ശേരി കൊണ്ട് നിൽക്കണം. ഐഡിയ കൊള്ളാവല്ലോടാ. മോഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ചെക്കന്റെ ബുദ്ധി കളഞ്ഞ കണ്ടില്ലേ? ഏതായാലും ശരിക്കും പ്ലാൻ ചെയ്താ മതി. അഞ്ച് നിനക്ക് 5 എനിക്ക് ലക്ഷം.